ഹായ് ഗായ്സ്, അപ്പോൾ സമയം 23. നമുക്കിന്ന് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് ഷോൾഡർ, അതുപോലെ ഇന്നലെ ജിമ്മിന് പോയപ്പോൾ നമ്മൾ ഏത് പൊസിഷനാണ് കളിച്ചത്, വിങ്സ്, ബൈസ്, അവിടെയൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നിട്ടെന്ന്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇപ്പോൾ 10:30 കിടക്കണം ഗൈസ്. നാളെ 4 മണിക്ക് നിൽക്കണം. പിന്നെ ഇപ്പോൾ ഇന്ന് നൈറ്റ് കഴിച്ച ഫുഡ് എഗ്ഗാണ് കേട്ടോ. നമ്മൾ എഗ്ഗ് കഴിച്ചിട്ട് എത്രയാ 5 എഗ്ഗ് കഴിച്ചിട്ടുണ്ട്. 5 മുട്ട കഴിച്ചു. 5 മുട്ട ബുൾസൈ ടൈപ്പാക്കിയിട്ട് കഴിച്ച്. ഇപ്പോൾ നാളെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാളെ 4 മണിക്കാണ്. ബൈ. ഗൈസ് 2:28 4 മണിക്ക് നീറ്റാണ്. നമുക്ക് 4 മണിക്ക് നീറ്റാൽ മതി ഗൈസ്. ബൈ. സമയമൊക്കെ തെറ്റി ഭ്രാന്ത് വരും. കണ്ണാടി കാണാൻ ഈ സമയമില്ലാത്ത സമയത്ത് കണ്ണാടി കാണുന്നുണ്ട്. ഭ്രാന്ത് നടക്കുമ്പോഴേ വെച്ചോടെ തന്നെ വെച്ചാൽ മതി. ഞാൻ എന്താണ് എവിടത് ഭ്രാന്താവും. സമയം മെഴുകി 8:30 അവിടെ എത്തണം അച്ചിക്കാവില്. ഇപ്പോൾ സമയം 8:30 ടൈം മാനേജ്മെൻ്റ് ഉണ്ടോ? ഇപ്പോൾ കിടക്കണം കണ്ണാടി. ഭ്രാന്താവും കേട്ടോ, ശരിക്കും ഭ്രാന്താവും. എന്താ ചെയ്യുക ഗൈസ്, എങ്ങനെയായി പോയി. അയ്യോ, നീ എന്ത് പറയാൻ അവിടെ പോയിട്ട്. ആശുപത്രിയിലൊക്കെ കറക്റ്റ് ടൈമിങ്ങാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പോകണ്ടേ. സമയം തെറ്റിയിട്ട് പിന്നെ അവിടെ എത്തുമ്പോൾ 9 ആവും. കഴിഞ്ഞ് വർക്കിന് പോകണം. അവിടെ 11 മണിക്ക് വർക്കിൽ പോകണം. ടൈമൊക്കെ തെറ്റി. ഉറങ്ങിയതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു സബ്കോൺഷ്യസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രൈപോഡ് എടുത്ത് വീഡിയോ എടുത്തത് ഇവിടെ വെച്ചിട്ടാണ്. അമ്മയാനാക്കി രാവിലെ പല്ല് വെക്കേണ്ട കാര്യത്തിനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ തന്നെയാണ് വന്നിട്ടുള്ള 2ാം ദിവസം. ഇനി ഒരു ദിവസം കൂടി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങി തന്നെ ഭയങ്കര നെഗറ്റീവിലാണ് ഗൈസ്. കാരണം എൻ്റെ റുട്ടീനൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ മ്യൂസിക് പ്രാക്ടീസ് മാത്രമല്ല, എൻ്റെ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. ഇന്നലെ ഉറക്കം കറക്റ്റ് ആവാത്ത കാരണം കൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങി ഗൈസ്, നല്ലോണം ഉറങ്ങി. ഉറക്കം കാരണം കൊണ്ട് ടൈമിങ്ങും തെറ്റി. എനിക്ക് 8:30 അവിടെ എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം 9:30 ആയി. ബാഡ് ഗൈസ്, റിയലി ബാഡ്. നെഗറ്റീവ് അടിച്ചു. ഞാൻ നെഗറ്റീവ് അടിക്കേണ്ട വിചാരിച്ചതാണ്, പക്ഷേ നെഗറ്റീവ് അടിക്കേണ്ടി വന്നു ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് വേഗം 11 മണിക്ക് തന്നെ ഷോപ്പിൽ എത്തണം. ഷോപ്പ് കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്.
കുറച്ചൊരു 40-45 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബൈ ഗൈസ്. ബൈ ബൈ ബൈ. വെറുതെ സങ്കടം. എന്തിനാണ് സങ്കടം? എന്തിന് വൈ 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 വൈ. നമ്മൾ പല്ലിൻ്റെ വെള്ളം എടുക്കാൻ പോവാണ്. ഷെയ്ഡ് നോക്കണമെന്നാണ് പറയണേ. നല്ല പല്ലായാൽ മതിയായിരുന്നു. എനിക്ക് പേടി നിൽക്കട്ടെ. പാട്ട് പാടാൻ ബുദ്ധിമുട്ടാവാം. കഴിച്ചപ്പോൾ പല്ലിൻ്റെ കിടപ്പം നോക്കിയിട്ടുണ്ട്. എത്ര കഴിയുമെന്നറിയില്ല. ഭയങ്കര ക്ഷീണമല്ല, റൊട്ടീൻ കംപ്ലീറ്റ് ആക്കില്ലല്ലോ. അതിൻ്റെ എന്തൊരു നെഗറ്റിവിറ്റി ഇതാണ്. ചില റൊട്ടീൻ മുടങ്ങി എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ആലോചിച്ചിട്ട് എന്തോരം സ്റ്റുഡൻസ് അറിയാം. ഇതൊക്കെ എല്ലാവർക്കും ജോലി കിട്ടി. മത്സരം ഇല്ലേ? ഗൈസ്, ഇന്നിപ്പോൾ നമ്മുടെ ഇന്നും നടന്നിട്ടില്ല. തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാം. അല്ലെങ്കിൽ അളവെടുത്ത് ട്രിം ചെയ്യണം. അങ്ങനെയുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് വെക്കേണ്ട ഒരു ഡേറ്റ് നമുക്ക് തരണം. പിന്നെ നമുക്ക് എല്ലാ ഫീലിംഗ് ബാഡ്. ഭയങ്കര നെഗറ്റീവാണ്. ഭയങ്കര നെഗറ്റീവടി. എന്താ ചെയ്യാൻ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇന്ന് ആ ഒരു ഹൈനെസ് കിട്ടുന്നില്ല. സത്യം പറയാം, ഒരു ഹൈ ഇല്ല. ഫുഡിൻ്റെ കാര്യം, ഫുഡ് ഞാനെന്ത് രാവിലെ കഴിച്ചത് രാവിലെ കഴിച്ച ഫുഡ് ഇതാണ് കേട്ടോ. എന്ത് എന്നാ കഴിച്ചേ? എന്താണ്? ചോറും 3 കോഴിമുട്ടാണ്ട് ഒരു പുൽസയും വെച്ചത് കഴിച്ചു. ഭയങ്കര നെഗറ്റീവ് ഇല്ല. എന്തൊരു ഫീലിംഗ് നോർമൽ. ഞാൻ നോർമൽ ഫീൽ ചെയ്യണത് ഇഷ്ടമല്ല. എന്താ ചെയ്യുക? എനിക്കിനിപ്പോൾ ഇവിടുന്ന് ബസ് കയറി അടക്കുമ്പോൾ കുറച്ച് സമയമാവും. പിന്നെ രാവിലെ വീട്ടിലും കുറച്ച് കഷ്ടപ്പിച്ചൊക്കെ ആയിട്ട് മൂടും പോയി ഉറക്കും. ഒന്നാമത്തെ റൊട്ടീനും കറക്റ്റായില്ലേ. അതിൻ്റെ ഇടയിൽ വീട്ടിൽ കഷ്ടപ്പിച്ചകൾ, ചെറിയ കഷ്ടപ്പിച്ചാണ്, ചെറിയ കാര്യങ്ങൾ. അത് നെഗറ്റീവ് കഴിച്ചു. ശരി. ഇതാണ് കിക്കാവ് സെൻറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നു. അതെ, കിക്കാവ് സെൻറ്ററാണ്. നമ്മുടെ ബസ് ഇവിടെയാണ് വരിക കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബസ് വരുന്നത്. ഒരു ബസ് പോയിട്ടുണ്ട് കേട്ടോ. അത് പട്ടാമ്പിക്കുള്ള ബസ്സാണ്. നമുക്ക് എത്തേണ്ട സ്ഥലം ആ ബസ് പോകുന്നില്ല. അയ്യോ, എപ്പോഴും ബസ് എടുത്തായിരുന്നു. അവിടെ പോകണം ഈ ബസ് ഓടിക്കാൻ. ചേട്ടാ, ഒറ്റപ്പാലം അടുത്ത ബസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഒരു തൃശ്ശൂർക്കുള്ള ബസ്, തൃശ്ശൂർ വന്നുള്ള ബസ്സാണ്. നമ്മുടെ ബസ് വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ബസ് അടുത്ത ബസ്സാണ്. അടുത്ത് വരുന്ന ബസ്സാണ് നമ്മുടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, ബൈ. മഴയാണ്, മാറിക്കട്ടെ.
കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നിട്ടാണ് കഴിച്ച് ഞാൻ ബസ് തെറ്റി കയറിയ എഡിറ്റ് ചെയ്യാൻ നിൽക്കായിരുന്നു. പാകപ്പിൽ ഇതുപോലൊരു ബസ് വന്നത്. അതിൽ കയറി പോയി കുറ്റിപ്പുറം ബസ്സായിരുന്നത്. എന്നിട്ട് ഏതൊരു സ്റ്റോപ്പിൽ പോയി ഇറങ്ങി. ഇപ്പോൾ ഇന്ന് തെറ്റില്ല ഗൈസ്, നമ്മൾ ശ്രദ്ധിച്ചു പോകും. ശ്രദ്ധിക്കണം. നമ്മളൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇത്ര നേരം അവിടെ വെറുതെ നിൽക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്റർ. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് അവിൽ മിൽക്കിൻ്റെ. അപ്പോൾ അവിടേക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറാം നമുക്ക്. പിന്നെ ഒരു വീട് നോക്കാറുണ്ടല്ലേ, ഭയങ്കര പഴമ ഫീൽ ചെയ്യുന്ന വീട് കണ്ടോ. നൈസായിട്ട് മഴ ചാറുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുന്നേ മഴ കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും മഴ ഉള്ളതാണ്. കുടയൊന്നും എടുത്തിട്ടില്ല, കുട എടുത്തില്ല കഴിച്ച്. ഇനിയിപ്പോൾ പനി വരുന്നു തോന്നുന്നുണ്ട്. പനിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ആ പള്ളിയുടെ ഫ്രണ്ട് ഞാൻ കാണിച്ചേ ആണ് പള്ളിയിട്ടാ. ക്യാമറയിൽ വെള്ളമായിട്ട് ക്ലിയർ ഉണ്ടോ? അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടാ. നമ്മുടെ ബസ്സാണോന്ന് അറിയില്ല, കാണോന്ന് അറിയില്ല. നമുക്ക് കാണിച്ചു തരാം. അവിടെ ഉണ്ടോ ഒരു ബസ്സൊക്കെ ഉണ്ടോ? ചിലപ്പോൾ നമ്മുടെ ബസ്സാവും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ബസ്സാവും. ഈ പള്ളിയുടെ ഫ്രണ്ട് കാണിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളി. അയ്യോ കുഴപ്പമില്ല അല്ലേ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതാരാ നിൽക്കണത്? നിങ്ങൾക്ക് ആരൊക്കെയും അറിയോ? ഇത് മാതാവാണോ? ഇത് 3 പേരുണ്ട്. ആരൊക്കെയാണോ എനിക്കറിയില്ല കേട്ടോ, സോറി. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ആ ബസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പം ശരി, ബൈ ഗൈസ്, ബൈ കേട്ടോ. ബസ് ഒറ്റപ്പാലം പോയില്ല. ഇത് വേറെ എവിടേക്ക് പോണ ബസ്സാണ്. ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറാം കേട്ടോ. കിട്ടുണ്ടോ? അപ്പൊ ഗൈസ് നമ്മള് വടക്കാഞ്ചേരി എത്താൻ പോവാൻ. മഴ വരുന്നുണ്ട്. എന്താവൂന്ന് അറിയില്ല. ഓ ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. എന്താ കാരണം വെച്ചാൽ ഈ ഒറ്റ ബസ് മാത്രമേ ഉള്ളൂ. വേറെ ബസ്സൊന്നുമില്ല. ഇതെവിടെ താളം ആളൊക്കെ ഇവിടെ നമുക്ക് വേണട്ടോടെ നോക്കാൻ കാണണ്ടോ? പണിക്കാരെ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കണ്ടേ പൊന്നു ചേട്ടാ? നിങ്ങളൊക്കെ എത്തിക്കണ എടുക്കില്ല. അപ്പൊ കുട്ടികളൊക്കെ സംസാരിക്കണേ. ഞങ്ങള് മതി ഇറങ്ങണേ, ഇറങ്ങിക്കോട്ടോ. അങ്ങോട്ട് പോയ ആൾക്കാർ വേണ്ടട്ടാ. ക്രോസ് ചെയ്യാം. നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ബസ് കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. വെരി ത്രില്ലിങ് മൊമെന്റ് ആണ്. ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൂഞ്ചും, നല്ലോണം മൂഞ്ചും. ക്രോസ് ചെയ്യട്ടോ. ഹലോ ഗൈസ്, മൂത്രയ്ക്ക് മുട്ടിയിട്ട് കഴിയ ഗൈസ്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓടുകയാണ്. ബസ് തരാനായി ഞാൻ മൂത്രച്ച് 2 ഡേയ്സ്. അയ്യോ പോസിയുണ്ടേ, ഇതൊന്നും കാണിക്കില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ മൂത്രയ്ക്ക് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പോകണം ഗൈസ്. ബസ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും.
ബസ് പോരും ഒന്നാ ബസ് വന്നിട്ട് ഗൈസ്. അയ്യോ ബസ് വന്നിട്ടില്ല. ബസ് കിട്ടില്ലെങ്കിൽ ആകെ കുഴഞ്ഞായിരുന്നു പൈസ. പക്ഷെ നമുക്ക് ബസ് കിട്ടും. നമ്മൾ ബസ് കിട്ടും പൈസ ബസ് കിട്ടും. അപ്പോൾ ഇന്നെനിക്ക് രാവിലെ ഭയങ്കര നെഗറ്റീവായിട്ട് ചെയ്യുന്നു പൈസ. ഭയങ്കര നെഗറ്റീവായിരുന്നു. ഒരു പോസിറ്റിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇന്നിപ്പോൾ എന്തെങ്കിലും ചെയ്യണം പൈസ. എനിക്കിന്ന് എന്തെങ്കിലും കാണിക്കണം. സോ ഞാൻ ജിമ്മിന് ഈ സ്റ്റിക്കും പിടിച്ചിട്ട് പോകാൻ പോവാണ്. ഞാനങ്ങനെ ജിമ്മിൽ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്ന് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ജിമ്മിൽ പോയിട്ട് ഫസ്റ്റ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബസ് വന്നിട്ടില്ലോ. എന്നോട് ബസ്സിൽ ഇതുവരെ ക്യാമറ ഒന്നും ഓപ്പണാക്കി പിടിച്ചിട്ടില്ല കേട്ടോ. അമ്മ ഈ ഫേസ് ക്ലിയർ ഉണ്ടോ? മുഖം കേട്ടോ? ഓക്കെ, നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. കയറാൻ പോവാണ്. ഇതാരത്? ബ്ലോഗറാണ്. പിടിക്കാറിറങ്ങിയതാവൂലേ? മഴ പിടിക്കാനല്ല, ഞാൻ ഇനി ജിമ്മിലൊന്ന് പോകണം. ജിമ്മിൽ പോണ വീഡിയോ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പരിപാടിയില്ല. ഗൗതം വരുന്നുണ്ടെന്ന്. ഗൗതം വരില്ലടാ, ഇന്ന് ഞാൻ വിളിച്ചവനെ. അതെ, നാളെ ഞങ്ങൾക്കൊരു ചോറുണ്ട്. ഞാൻ ഒരു സാധനം മേടിക്കാൻ പോയതാ. എന്തായാലും താങ്ക്സ് ഇല്ല. ഞാനൊന്ന് അപ്പുറത്തേക്ക് കിടക്കട്ടെ. അപ്പുറത്തേക്ക് ബസ് എടുത്തിട്ടേ ജിമ്മിൽ നേരം അങ്ങനെ പോയിട്ടാ. ശരി, താങ്ക്സ് ഇട്ടാ. ആ മഴ അത് കുറച്ച് ദൂരമല്ലോ. കുഴപ്പമില്ല ചേച്ചി.